സ്വന്തം ബസ്സിലെ യാത്രക്കാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിൽ. 27 വർഷമായി ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇയാളെ അഞ്ചൽ പോലീസ് പിടികൂടിയത്. വർക്കല ശ്രീനിവാസപുരം സ്വദേശി സജീവാണ് പോലീസിന്റെ പിടിയിലായത്. ആയിരത്തി 1997 ജൂലൈ മാസം 16-നാണ് കേസിനാസ്പദമായ സംഭവം. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് യുവതി അഞ്ചലിലേക്ക് പോകാൻ ബസ്സിൽ കയറുകയായിരുന്നു. ബസിന്റെ ഉടമയുടെ മകനും കണ്ടക്ടറുമായിരുന്ന യുവാവും ബസ് ജീവനക്കാരും ചേർന്ന് യുവതിയെ അഞ്ചലിലെ സ്റ്റോപ്പിൽ ഇറക്കാതെ വാഹനം ഓടിച്ചു പോവുകയും ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് യുവതിയെ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയി പരവൂർ, വർക്കല എന്നിവിടങ്ങളിലെ ലോഡ്ജ് മുറികളിൽ വെച്ച് 10ഓളം പേർ ചേർന്ന് പീഡിപ്പിക്കുകയുമായിരുന്നു. കേസിലെ പ്രതികളിൽ ഒരാളെ സജീവ് കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. നിരവധി തവണ സജീവിനെ അന്വേഷിച്ച് പോലീസ് എത്തിയെങ്കിലും പിടികൂടാനായില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം അഞ്ചൽ CI ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സജീവിന്റെ സഹോദരിയെ കണ്ടെത്തുകയും അതുവഴി സജീവിനെ പിടികൂടുകയുമായിരുന്നു. തിരുവനന്തപുരം ചെങ്കോട്ടുകുളം ഭാഗത്ത് ഒളിവിൽ താമസിച്ചു വരുന്നതിനിടെയാണ് സജീവ് പിടിയിലായത്. ബലാത്സംഗ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സജീവ് നിരവധി തവണ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തതിനു ശേഷം തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുള്ള വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അഞ്ചൽ ASHO സാബു, സീനിയർ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ, അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ സാബു തുടങ്ങിയ പോലീസ് സംഘമാണ് സജീവിനെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 കൊല്ലം.